കറന്റ്ലി +2 സയൻസ് പഠിക്കുന്ന വിദ്യാർത്ഥികളിലെ ഒരുപാട് പേരുടെ ഒരു ഡൗട്ടാണ് ഇത്തവണ BSc നഴ്സിംഗിന് ഓൾ ഇന്ത്യ തലത്തിൽ ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളൊരു കാര്യം. സെൻട്രൽ ഗവൺമെന്റ് സൈഡിൽ നിന്ന് ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടാകുമെന്നൊരു നോട്ടിഫിക്കേഷനും അത്തരത്തിലുള്ള ന്യൂസസും വരുന്നുണ്ട് എങ്കിലും ഇതുവരെ അതിനകത്തൊരു കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം BSc നഴ്സിംഗിന്റെ അഡ്മിഷന് വേണ്ടിയിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആയിരുന്നു കർണാടക. പക്ഷേങ്കിൽ അതൊരു 100% വിജയമാണെന്ന് നമുക്ക് കഴിഞ്ഞ വർഷത്തെ എക്സാമിനേഷനെ കുറിച്ച് പറയാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ കർണാടക ഇത്തവണ കോമൺ എൻട്രൻസ് ടെസ്റ്റ്, അതായത് CET എന്ന് പറയുന്ന എക്സാമിനേഷന്റെ ഡേറ്റ്സ്, ബാക്കിയുള്ള കാര്യങ്ങളും അത് കൂടാണ്ട് ഏതൊക്കെ കോഴ്സാണ് അതിനകത്ത് ഇൻക്ലൂഡ് ആകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻ വളരെ നേരത്തെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, അനൗൺസ് ചെയ്തിട്ടുണ്ട്. സോ CETയുടെ ഇപ്പൊ കറന്റിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റഡ് നോട്ടിഫിക്കേഷൻ പ്രകാരം BSc നഴ്സിംഗ് എന്ന് പറയുന്ന കോഴ്സ് അവർ CET എൻട്രൻസിന്റെ അണ്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ കർണാടകത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ നേടണമെങ്കിൽ എനിഹൗ CET എക്സാമിനേഷൻ എഴുതി തന്നെ ആവണം എന്നതിനകത്ത് വേറെ ഒരു മാറ്റവും ഇത്തവണ ഉണ്ടാകാനായിട്ട് പോകുന്നില്ല. പിന്നെ BSc നഴ്സിംഗ് കൂടാണ്ട് അവർ BVSc എഞ്ചിനീയറിംഗ്, ദെൻ BNYS, ദെൻ BPharm, BHMS, ദെൻ BSc അഗ്രികൾച്ചർ, ഇത്തരത്തിലുള്ള കോഴ്സുകളെല്ലാം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കോമൺ എൻട്രൻസ് ടെസ്റ്റിന്റെ അണ്ടറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ കേരളത്തിൽ നിന്ന് നോർമലി കർണാടകത്തിൽ മെയിൻ ആയിട്ട് സ്റ്റുഡൻസ് പോയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BSc നഴ്സിംഗ് തന്നെയാണ്. +2 കഴിഞ്ഞതിന് ശേഷം കർണാടകത്തിൽ പോയിട്ട് നിങ്ങൾ BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമ്പൽസറി ആയിട്ട് CET എക്സാം എഴുതി തന്നെ ആകണം. പിന്നെ കറന്റിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം ജനുവരി 10 മുതലായിരിക്കും ഇവരെ ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ആപ്ലിക്കേഷന്റെ ഡെഡ് ലൈൻ പറഞ്ഞിട്ടില്ല. ജനുവരി 10 മുതൽ എന്തായാലും ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യും. 2 ദിവസങ്ങളിലായിട്ടായിരിക്കും CETയുടെ എക്സാമിനേഷൻ നടക്കുന്നത്. ഏപ്രിൽ 20, 21 തീയതികളിലായിരിക്കും CETയുടെ എക്സാമിനേഷൻ നടക്കുന്നത്. ഏപ്രിൽ 20 മോർണിംഗ് ഷെഡ്യൂളിൽ ബയോളജി എക്സാമിനേഷനും ആഫ്റ്റർനൂൺ ഷെഡ്യൂളിൽ മാത്തമാറ്റിക്സിന്റെ എക്സാമിനേഷനും നടക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ വരുന്ന വലിയൊരു ചോദ്യമായിരിക്കും, BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കുന്ന ആൾ മാത്തമാറ്റിക്സിന്റെ എക്സാം എഴുതേണ്ടതുണ്ടോ എന്നുള്ള കാര്യം ഒരു ചോദ്യചിഹ്നമായിട്ട് വരുന്നുണ്ടാവും. BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കേണ്ട ആൾ എന്തായാലും മാത്തമാറ്റിക്സിന്റെ എക്സാമിനേഷൻ എഴുതേണ്ടി വരില്ല. ബിക്കോസ് ഇത് കർണാടക സ്റ്റുഡൻസിനും അതുപോലെ തന്നെ അതർ സ്റ്റേറ്റ് സ്റ്റുഡൻസിനും വേണ്ടി നടക്കുന്ന കോമൺ ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. ഈ എക്സാം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനും വേണ്ടി നടത്തുന്നത്. അപ്പം എന്താണ്, മാത്തമാറ്റിക്സ് എഴുതുന്നത് എന്തായാലും എഞ്ചിനീയറിംഗിന് അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളായിരിക്കും. പിന്നെ ഏപ്രിൽ 21 മോർണിംഗ് ഷെഡ്യൂളിൽ ഫിസിക്സും ആഫ്റ്റർനൂൺ ഷെഡ്യൂളിൽ കെമിസ്ട്രിയുടെ എക്സാമിനേഷനും ആയിരിക്കും നടക്കുന്നത്. സോ ഏപ്രിൽ 20, 21 കറന്റ്ലി അനൗൺസ് ചെയ്തിരിക്കുന്ന പ്രകാരമുള്ള CET എക്സാമിനേഷൻ എഴുതിയാൽ മാത്രമേ എന്തായാലും കർണാടകയിൽ ഇത്തവണ BSc നഴ്സിംഗിന് അഡ്മിഷൻ നേടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി ഇത് മറികടന്നുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് സൈഡിൽ നിന്ന് എന്തെങ്കിലും കോമൺ എൻട്രൻസ് ടെസ്റ്റിന്റെ പ്ലാനിങ്ങോ അല്ലെങ്കിൽ കോമൺ എൻട്രൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നോട്ടിഫിക്കേഷനോ വരികയാണ് എങ്കിൽ സ്റ്റുഡന്റ് എന്തായാലും കോമൺ എൻട്രൻസ് ടെസ്റ്റ് എഴുതേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ CET വാലിഡ് ആവാനുള്ള ചാൻസും കുറവാണ്. ബിക്കോസ് നീറ്റ് ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്ത വർഷം ഓൾറെഡി സ്റ്റുഡൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ കീമിന്റെ എക്സാം എഴുതിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. അതിനുശേഷമാണ് നീറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. എന്നിട്ടും എന്ത് ചെയ്തു, കീം ക്യാൻസൽ ചെയ്തിട്ട് എന്താണ് സ്റ്റുഡൻസ് വീണ്ടും നീറ്റ് എഴുതേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. സോ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ എന്താണ്, സ്റ്റുഡന്റ് ഓൾ ഇന്ത്യ തലത്തിലുള്ള എൻട്രൻസ് എഴുതേണ്ടതായിട്ട് വരും. എന്തായാലും കറന്റ് നോട്ടിഫിക്കേഷൻ പ്രകാരം കർണാടകത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ എനിഹൗ CETയുടെ എക്സാമിനേഷൻ എഴുതേണ്ടതായിട്ട് ഉണ്ട്. സോ നിങ്ങൾ കർണാടകത്തിൽ BSc നഴ്സിംഗിന് അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ CETയുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ CETയുടെ എക്സാമിനേഷൻ കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് വിക എഡ്യൂക്കേഷനുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.